രാജുവിന് വണ്ണമില്ലാത്തതുകൊണ്ട് എല്ലാവരും കളിയാക്കുമായിരുന്നു. സുനേന, നീ നിന്റെ മകന് എന്തെങ്കിലും കഴിക്കാൻ എന്താ കൊടുക്കാത്തത്? അമ്മേ, കഴിക്കാനെല്ലാം ഞാൻ സമയത്ത് കൊടുക്കുന്നുണ്ട്. പാല്, വെണ്ണ, പഴം എല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇവന്റെ ശരീരത്ത് അതൊന്നും പിടിക്കാത്തതാ. അവനിപ്പോ ശരിക്കും മുത്തശ്ശന്റെ കൂട്ട് തന്നെ. അദ്ദേഹവും ഇവന്റെ കൂട്ട് എപ്പോഴും ക്ഷീണിച്ചിരിക്കുവായിരുന്നു. പക്ഷെ മുത്തശ്ശി, എല്ലാവരും എന്നെ വടി വടി എന്ന് വിളിച്ച് എന്നെ കളിയാക്കുമായിരുന്നു. നിനക്കിപ്പോ വണ്ണമില്ലാതെ പോയതിന് നിന്റെ തെറ്റൊന്നുമില്ലല്ലോ. വൈകുന്നേരം രാജു അവന്റെ കൂട്ടുകാരൻ നന്ദുവിന്റെ കൂടെ ബോള് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് വലിയ 2 കുട്ടികൾ അവിടെ എത്തിയത്. ഈ ബോൾ ഞങ്ങളുടേതാണ്. ഇല്ല, ഇത് എന്റെ ബോളാണ്. ഇന്നലെയാണ് എന്റെ അച്ഛൻ എനിക്കിത് മേടിച്ചു തന്നത്. മുമ്പ് ഈ ബോൾ നിന്റേതായിരുന്നിരിക്കാം, പക്ഷെ ഇതിപ്പോ ഞങ്ങളുടേത് മാത്രമാ. ഇല്ല, എന്റേതാണ്. ഏയ് പീക്കിരി ചെറുക്ക, നീ ഞങ്ങളോടാണ് വഴക്കുണ്ടാക്കുന്നേ. വാ രാജു, പോകാം. ഇല്ല, ആ ബോൾ എന്റേതാണ്. രാജു, നമുക്ക് വേറൊരു ബോൾ വാങ്ങിക്കാം. വാ, ഇവിടുന്ന് പോകാം. നന്ദു അവന്റെ കൂട്ടുകാരനെ തിരിച്ചു കൊണ്ടുപോവാൻ നോക്കി. പേടി തൊണ്ടൻ, തീറ ചെറുക്കൻ. ഇവരുടെ വാക്കുകൾ കേട്ട് രാജുവിന് ഒരുപാട് ദേഷ്യം വരാൻ തുടങ്ങി. പക്ഷേ അവനെ കൊണ്ട് എന്താ ചെയ്യാൻ കഴിയുന്നത്? വിഷമിച്ച് രാജു പുഴയുടെ അടുത്ത് ചെന്ന് അവന്റെ മുഖം നോക്കാൻ തുടങ്ങി. എന്നിട്ട് നന്ദു അവന്റെ അടുത്തിരുന്ന് പുഴയ്ക്കകത്ത് കല്ലെറിയാൻ തുടങ്ങി. കുറച്ചു സമയത്തിന് ശേഷം, ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. നീ പോയിക്കോ, ഞാൻ കുറച്ചു നേരം കൂടി ഇവിടെ ഇരിക്കാൻ പോവാ. ശരി, കുറച്ചു നേരം കൂടെ കഴിഞ്ഞിട്ട് നീ വീട്ടിലേക്ക് വന്നേക്കടേ. നന്ദു അവന്റെ വീട്ടിലേക്ക് പോയി. സമയം ഒരുപാട് വൈകി. രാജു വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. അവൻ കാട്ടിനകത്തു കൂടെ പോയിക്കൊണ്ടിരുന്നപ്പോ അവൻ അവിടെ ഒരു പഴത്തിന്റെ മരം നിൽക്കുന്നത് കണ്ടു. ആ മരത്തിന് നല്ല തെളുക്കം ഉണ്ടായിരുന്നു. രാജു ആ മരത്തിന്റെ അടുത്തേക്ക് പോയി. അന്നേരം പെട്ടെന്ന് ആ മരം സംസാരിക്കാൻ തുടങ്ങി. രാജു, നിനക്ക് ഭയങ്കര വിഷമമാണല്ലോ. കാര്യം എന്താണെന്നൊക്കെ എനിക്കറിയാം. ഞാൻ നിന്നെ സഹായിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു മരം എങ്ങനെ എന്നെ സഹായിക്കുന്നത്? രാജു അവന്റെ കയ്യിലൊന്ന് നുള്ളി നോക്കി. രാജു, ഞാൻ സത്യം പറയുന്നത്, എനിക്ക് സംസാരിക്കാൻ പറ്റും. എന്താന്ന് വെച്ചാൽ ഞാനൊരു മാന്ത്രിക ശക്തിയുള്ള വാഴയാണ്. ഞാൻ നിന്നെ സഹായിക്കാന്ന് പറഞ്ഞത് സത്യം തന്നെയാണ് രാജു. നിങ്ങൾക്ക് എങ്ങനെ എന്നെ സഹായിക്കാൻ കഴിയുന്നേ? ഇതാ നോക്ക്, ഈ കുലയിൽ കാണുന്നതെല്ലാം മാന്ത്രിക ശക്തിയുള്ള പഴങ്ങളാ. നീ ഈ കുലയിലുള്ള ഒരേ ഒരു പഴമൊന്ന് കഴിച്ചു നോക്ക്. അതിനുശേഷം എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് നിനക്ക് തന്നെ കാണാമല്ലോ. രാജു അതിനൊരു പഴം പറിച്ചു. പഴം കഴിക്കാൻ രാജു തൊലി ഉരിഞ്ഞപ്പോ 4 ഭാഗത്തും നല്ല വെട്ടം ഉണ്ടായിരുന്നു. ആ സമയത്ത് രാജു ആ പഴം കഴിച്ചപ്പോ പെട്ടെന്ന് അവന്റെ ശരീരം വണ്ണം വെക്കാൻ തുടങ്ങി. അവനിപ്പോ ഒരു ക്ഷീണവും ഇല്ലായിരുന്നു. മറ്റേ കുട്ടികളുടെ കൂട്ട് അവന് നല്ല വണ്ണവും നീളവും വെച്ചു. രാജുവിന് ഒരുപാട് സന്തോഷം ഉണ്ടായി. നന്ദിയുണ്ട്, നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ നിന്നെ ഇപ്പൊ സഹായിച്ചില്ലേ, അതേപോലെ നീയും എന്നെ ഒന്ന് സഹായിക്കേണ്ടതുണ്ട്. അതെ അതെ, തീർച്ചയായിട്ടും. നീ എനിക്ക് വേണ്ടി ആ കുളത്തിൽ നിന്ന് അല്പം വെള്ളം കൊണ്ടുവരണം. അത്രേ ഉള്ളോ? അതെ, ഈ കുളത്തിനകത്ത്. രാജു പെട്ടെന്ന് കുടവുമായി പുഴയുടെ അടുത്തെത്തി. അവിടെ അവന് കുടത്തിനകത്ത് വെള്ളം നിറച്ചു. കുടവുമായിട്ട് രാജു മരത്തിന്റെ അടുത്തെത്തി. മരത്തിന്റെ അടിയില് അവൻ വെള്ളം ഒഴിച്ചതോടുകൂടി ആ മരത്തിന്റെ ആത്മാവ് മരത്തേന്ന് പുറത്തേക്ക് വന്നു. നീ എന്നെ മോചിപ്പിച്ചിരിക്കുകയാണ്. ഒരുപാട് നന്ദിയുണ്ട് രാജു. ആ മരത്തിന്റെ ആത്മാവ് നേരെ സ്വർഗത്തിലേക്ക് പോയി. എന്നിട്ട് ആ മരം ഒരു സാധാരണ പഴത്തിന്റെ മരമായിട്ട് മാറി. എന്നിട്ട് രാജു വീട്ടിലേക്ക് വന്നു. രാജുവില് കണ്ട ഈ മാറ്റം മുത്തശ്ശിയും അമ്മയും കണ്ട് അത്ഭുതപ്പെട്ടു. ആ അമ്മ മകനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് രാജു അമ്മയോട് ആ അത്ഭുത പഴത്തിന്റെ മരത്തെക്കുറിച്ച് പറഞ്ഞു. പക്ഷെ മുത്തശ്ശി,
ആ മരത്തിന്റെ ആത്മാവ് എങ്ങോട്ടാ പോയെന്ന് എനിക്ക് മനസ്സിലായില്ല. ആ മരം ഒരു ശപിച്ച മരമായിരുന്നു. നീയാണ് അവനെ മോചിച്ചത്. മനസ്സിലായോ? പക്ഷെ എന്തൊക്കെയായാലും ആ മരം എന്റെ ശരീരം മാറ്റിമറിച്ചു. ഇനി ആരും എന്നെ കളിയാക്കാൻ പോകുന്നില്ല. പിറ്റേ ദിവസം രാജു അവന്റെ ബോള് തിരിച്ചു മേടിക്കാൻ അവിടെ എത്തി. അവൻ നോക്കിയപ്പോ ബൽവാനും ദീപക്കും രണ്ടുപേരും അവന്റെ ബോളുമായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. രാജു പെട്ടെന്ന് ബോള് തട്ടിയെടുത്തു. അന്നേരം ബൽവാനും ദീപക്കും അവനെ നോക്കിയപ്പോൾ അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇതുതന്നെയാണ് പഴയ രാജു. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ഇവനൊരു പീറ ചരക്കനായിരുന്നില്ലേ? ആയിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ വേണമെങ്കിൽ ഞാൻ നിങ്ങളെ അടിച്ച് ചമ്മന്തിയാക്കാൻ കഴിയും. രാജു അവരെ പിടിക്കാൻ അവരുടെ അടുത്തേക്ക് ഓടാൻ തുടങ്ങി. അവർ രണ്ടുപേരും രാജുവിനെ പേടിച്ച് അവിടുന്ന് ഓടിപ്പോയി. ഇങ്ങനെ മാന്ത്രിക ശക്തിയുള്ള ആ പഴത്തിന് രാജുവിന്റെ ജീവിതം മാറ്റിമറിക്കാൻ കഴിഞ്ഞു. ഉത്തരാഖണ്ഡിൽ ഒരു ഗ്രാമമുണ്ടായിരുന്നു. അവിടെ ബിർജു തന്റെ അമ്മയോടൊപ്പം ഭാര്യ ലതയോടൊപ്പം ജീവിച്ചു വന്നു. ബിർജു ഒരു സത്യസന്ധനായ കഠിനാധ്വാനിയായിരുന്നു. അവൻ തന്റെ കുടുംബത്തെ വളരെ നന്നായി നോക്കിയിരുന്നു. ബിർജു തന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന ട്രെയിനുകളിൽ സമൂസ വിറ്റുകൊണ്ടിരുന്നു. ദിവസവും ബിർജുവിന്റെ ഭാര്യ ലത ബിർജുവിന് സമൂസയും ഉണ്ടാക്കി കൊടുക്കും. ഒരു ദിവസം അതിരാവിലെ ബിർജു സമൂസയും എടുത്ത് ട്രെയിനിലേക്ക് കയറി. സമൂസേ സമൂസ സമൂസേ, നല്ല ചൂട് സമൂസേ സമൂസേ, നല്ല ചൂടുള്ള സമൂസ, രുചിയുള്ള സമൂസ, സമൂസ സമൂസ. സാർ സമൂസ എടുക്കട്ടെ? നല്ല ചൂടുണ്ട്. വേണ്ട, ഞാൻ സമൂസ കഴിക്കാറില്ല. ഞാനിപ്പോൾ ഡയറ്റിലാണ്. ഡയറ്റോ എന്ന് വെച്ചാൽ എന്താ? അത് ഏത് സ്റ്റേഷനാണ്? എടോ അല്ല, അത് സ്റ്റേഷന്റെ ഒന്നും പേരല്ല. ഒരാൾ അയാളുടെ വെയിറ്റ് കുറയ്ക്കണമെന്ന് കരുതിയാൽ അപ്പോൾ അയാൾ ഡയറ്റ് എടുക്കണം. ഡയറ്റ് എടുക്കുമ്പോൾ അയാൾ കുറച്ചേ കഴിക്കൂ. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ടവർ ദിവസവും ഡയറ്റിലാണല്ലോ. കസ്റ്റമേഴ്സിനെല്ലാം സമൂസ വിറ്റതിന് ശേഷം ഇപ്പോൾ ബിർജുവിന്റെ കയ്യിൽ കുറച്ച് സമൂസയെ ബാക്കി വന്നുള്ളൂ. സമയം വൈകുന്നേരവുമായി. ബിർജു ഒരാളോട് ഇങ്ങനെ പറഞ്ഞു നിന്നു. സാർ, ഒരു സമൂസ വാങ്ങിക്കൂടെ? കുറച്ചേ ബാക്കിയുള്ളൂ. അയ്യോ വേണ്ടടോ, എന്റെ കയ്യിൽ കഴിക്കാൻ സാൻഡ്വിച്ച് ഉണ്ട്. ഞാൻ അത് തന്നെ കഴിച്ചോളാം. സാൻഡ്വിച്ചോ എന്ന് വെച്ചാൽ എന്താ? വെളിയിലത്തെ ഭക്ഷണം ഇഷ്ടമല്ലാത്തവർക്ക് അവരൊക്കെ ഇതാ കഴിക്കുന്നത്. ഇതാ, താനും കഴിച്ചു നോക്ക്. ആ പാസഞ്ചർ ബിർജുവിന് ഒരു സാൻഡ്വിച്ച് കൊടുത്തു. അത് കഴിച്ചു കഴിഞ്ഞ് ബിർജു ഇങ്ങനെ പറഞ്ഞു. ആഹാ, ഇത് കൊള്ളാമല്ലോ. ഇനി ഞാൻ സാൻഡ്വിച്ച് കച്ചവടവും തുടങ്ങാം. സമൂസയോടൊപ്പം സാൻഡ്വിച്ചും, രണ്ടും ഞാൻ കച്ചവടം ചെയ്യാം. ഇങ്ങനെ പറഞ്ഞ് ബിർജു വീട്ടിലേക്ക് പോയി. അവിടെ തന്റെ അമ്മയോടും ഭാര്യയോടും നടന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു. നമ്മളിനി സമൂസയോടൊപ്പം സാൻഡ്വിച്ചും വിൽക്കാം. അതിലൂടെ ജനങ്ങളുടെ ആരോഗ്യവും നന്നാകും, നമുക്കും നല്ല ലാഭം കിട്ടും. ശരീരത്തിന് നല്ലതാണ്. എന്നാൽ ആ സാൻഡ്വിച്ച് എങ്ങനെ ഉണ്ടാക്കും? പിന്നെ അതിലൂടെ നമുക്ക് നഷ്ടമെന്തെങ്കിലും വന്നാൽ? ലത പറഞ്ഞത് ശരിയാണ്. ബിർജു മോനെ, നീയൊരു കാര്യം ചെയ്യ്. കുറച്ചു നാൾ വരെ സമൂസയ്ക്ക് പകരം സാൻഡ്വിച്ച് മാത്രം വിറ്റുനോക്ക്. നമ്മുടെ കച്ചവടം ചിലപ്പോൾ നന്നായി കൂടും. ഞാൻ നാളെ മുതൽ നിങ്ങൾക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കി തരാം. വീട്ടിലുള്ളവർ പറഞ്ഞതുപോലെ ബിർജുവും ചെയ്തു. അപ്പോൾ സമൂസയ്ക്ക് പകരം അയാൾ സാൻഡ്വിച്ച് എടുത്തുകൊണ്ടുപോയി ട്രെയിനിൽ വിൽക്കാൻ തുടങ്ങി. എന്നാൽ അന്ന് അയാൾ കുറച്ചേ സമ്പാദിച്ചുള്ളൂ. പിന്നെ വീട്ടിലേക്ക് പോയതും പകുതിയേക്കാൾ കുറച്ച് സാൻഡ്വിച്ച് വിറ്റുപോയത് കണ്ട് അയാളുടെ അമ്മ ഇങ്ങനെ ചോദിച്ചു. വിഷമിക്കണ്ട ബിർജു, ഇത് നിന്റെ ആദ്യത്തെ ദിവസമല്ലേ. നാളെ വീണ്ടും പോ. നിനക്ക് നാളെ നല്ല കച്ചവടം നടക്കും. നാളത്തേക്കിന് വേണ്ടതെല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ എങ്ങനെ പലതരത്തിലുള്ള സമൂസകൾ വിറ്റോ അതേപോലെ നാളെ മുതൽ പലതരത്തിലുള്ള സാൻഡ്വിച്ച് വിൽക്കാം. പുതിയ രീതിയിലോ? അത് എങ്ങനെ? നീ എന്താ പറയുന്നത്? നാളെ മല പോലുള്ള സാൻഡ്വിച്ച് ചെയ്യാം. മല പോലുള്ള സാൻഡ്വിച്ച് എത്ര വലുതായിരിക്കുമെന്നാൽ അതൊരു കുടുംബത്തിന് മുഴുവനും കഴിക്കാം. അതാണ് ഈ സാൻഡ്വിച്ചിന്റെ സ്പെഷ്യാലിറ്റി. എന്നാൽ മരുമകളെ, അതിന്റെ ചിലവ് എങ്ങനെ നമ്മൾ വഹിക്കും? മല പോലുള്ള സാൻഡ്വിച്ചിന് വേണ്ടി നമുക്ക് വീണ്ടും കുറേ ചിലവാകില്ലേ? പിന്നെ കച്ചവടം നടന്നില്ലെങ്കിൽ നമ്മുടെ പണമെല്ലാം പാഴായി പോകും. നമ്മളിത് ചെയ്തേ പറ്റൂ അമ്മേ, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ബുദ്ധിമുട്ടേണ്ടി വരും. എല്ലാവരും സമ്മതിച്ചപ്പോൾ ലത മല പോലെയുള്ള സാൻഡ്വിച്ച് ചെയ്തു. അടുത്ത ദിവസം ബിർജു മല പോലെയുള്ള സാൻഡ്വിച്ചുള്ള ഒരു കുട്ടയും എടുത്ത്
അത് ട്രെയിനിൽ വിറ്റഴിക്കാൻ സ്റ്റേഷനിലേക്ക് പോയി. സാൻഡ്വിച്ച്, മല പോലെയുള്ള സാൻഡ്വിച്ച് കഴിച്ചാൽ നിങ്ങൾ സന്തോഷവാന്മാരാകും. കഴിക്കാത്തവർ ഒരുപാട് സങ്കടവും പെടും. സാൻഡ്വിച്ച്, മല പോലെയുള്ള സാൻഡ്വിച്ച്. ബിർജുവിന്റെ എല്ലാ മല പോലെയുള്ള സാൻഡ്വിച്ചും കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വിറ്റുപോയി. അയാൾ വീട്ടിലേക്ക് വന്ന് ഇതിനെക്കുറിച്ച് സന്തോഷത്തോടെ പറഞ്ഞു. ഇതിനെല്ലാം കാരണക്കാരി ലതയാണെന്ന് ബിർജുവിന്റെ അമ്മ ലതയെ പുകഴ്ത്തി. മോളെ, നിന്റെ പദ്ധതി വളരെ നല്ലതായിരുന്നു. സൂപ്പറായിരുന്നു. നന്ദിയുണ്ടമ്മേ. ഇത് എന്റെ കടമയല്ലമ്മേ. കാലം കടന്നുപോയിക്കൊണ്ടേയിരുന്നു. ബിർജുവിന്റെ മല പോലെയുള്ള സാൻഡ്വിച്ച് ഒരുപാട് ഫേമസ് ആയി. ഒരുപാട് തവണയും ആ സാൻഡ്വിച്ച് ബിർജു ട്രെയിനിൽ കയറുന്നതിന് മുൻപ് തന്നെ സ്റ്റേഷനിൽ വെച്ച് തന്നെ വിറ്റുപോയിരുന്നു. എന്നാൽ പെട്ടെന്ന് ഒരു ദിവസം ബിർജുവിന് ആക്സിഡന്റ് ആയി. ഡോക്ടർ ബിർജുവിനോട് 6 മാസം വരെ ബെഡ് റെസ്റ്റ് എടുക്കാനും പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും വിഷമമായി. അമ്മയും ലതയും രണ്ടുപേരും അസ്വസ്ഥരായി. 6 മാസം വരെ ബെഡ് റെസ്റ്റ് എന്ന് കേട്ടതും ബിർജുവിനും ലതയ്ക്കും തലയിൽ ഇടുത്തി വീണതുപോലെയുമായി. നിങ്ങൾ 6 മാസം വരെ റെസ്റ്റ് എടുക്കണം. നിങ്ങൾ നിങ്ങളുടെ നടുവിന് നല്ല രീതിയിൽ പ്രഷർ കൊടുത്താൽ റിസ്ക് വീണ്ടും കൂടും. നിങ്ങൾ ഒരുപാട് സൂക്ഷിക്കേണ്ട സമയമാ. പിന്നെ ഈ മെഡിസിനും കഴിക്കണം. അപ്പോഴാണ് ലതയും അമ്മയും ബിർജുവിനോട് ഇങ്ങനെ പറഞ്ഞത്. നമ്മുടെ കുടുംബത്തിന് ഇപ്പോൾ എത്ര വലിയ പ്രശ്നമാ ഉണ്ടായത്. ബിർജുമോനെ, നിനക്കിനി ട്രെയിനിൽ കച്ചവടം ചെയ്യാൻ പറ്റില്ല. ഇതൊരു സാഹചര്യമാക്കി നമ്മുടെ അയൽവാസിയായ കിരോടിമൽ മല പോലുള്ള സാൻഡ്വിച്ച് വിൽക്കുക. നമ്മുടെ കയ്യിൽ കുറച്ച് പണമേ ഉള്ളൂ. ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റിന് തന്നെ ഒരുപാട് കാശ് ചിലവായി. അങ്ങനെ ബിർജുവിനെ കാണാൻ വേണ്ടി സ്റ്റേഷൻ മാസ്റ്റർ തന്നെ ഹോസ്പിറ്റലിലേക്കും വന്നു. അയാളെ കണ്ടതും ബിർജു ഇങ്ങനെയുള്ള അവസ്ഥയിലും എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അയ്യോ, കുഴപ്പമില്ല, വെപ്രാളപ്പെടണ്ട. എന്തുപറ്റി ബിർജു? തനിക്ക് ആക്സിഡന്റ് ആയെന്ന് പറയുന്നു. തന്നെ നേരത്തെ കാണേണ്ടതായിരുന്നു. എന്ത് ചെയ്യാനാ സാർ, ദൈവം എന്നെ രക്ഷിച്ചു. ഇല്ലെങ്കിൽ എനിക്കിപ്പോൾ ജീവൻ കാണില്ലായിരുന്നു. എടോ, നല്ലതായി ചിന്തിക്ക്, നല്ലതേ സംഭവിക്കൂ. ഞാൻ തന്റെ ആ മല പോലുള്ള സാൻഡ്വിച്ച് ഒരുപാട് മിസ് ചെയ്യുന്നു. എന്റെ 3 പെൺമക്കളും താൻ വിൽക്കുന്ന സാൻഡ്വിച്ച് ഒരുപാട് ഇഷ്ടപ്പെട്ട് കഴിക്കുമായിരുന്നു. ഞാനും കേട്ടോ. ബിർജു അദ്ദേഹം പറഞ്ഞത് കേട്ടുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് അവിടേക്ക് മരുന്നുമെടുത്ത് ലതയും അമ്മയും വന്നത്. ലതയുടെയും അമ്മയുടെയും വിഷമിച്ച മുഖം കണ്ടതും അവർക്ക് പണത്തിന് പ്രശ്നമുണ്ടെന്ന് സ്റ്റേഷൻ മാസ്റ്ററിന് മനസ്സിലായി. വാ ലതേ, വാ. അമ്മേ, ലതേ, ഇത് ആരാണെന്നറിയാമോ? ഞാൻ പരിചയപ്പെടുത്തിയിട്ടില്ലല്ലേ? ഇദ്ദേഹമാണ് ഞങ്ങളുടെ സ്റ്റേഷൻ മാസ്റ്റർ. ഞങ്ങൾ കച്ചവടം തുടങ്ങുമ്പോൾ ഇദ്ദേഹം ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്റെ മകനെ കാണാൻ വന്നതാണോ? വന്നതാണെങ്കിൽ ഒരുപാട് നന്ദി. ഇതിൽ താങ്ക്സ് ഒക്കെ പറയാൻ എന്താ ഉള്ളത്? ഞാൻ ബിർജുവിന് വേണ്ടി ഒരു നല്ല വാർത്ത കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല വാർത്തയോ? ആ നല്ല വാർത്ത എന്തെന്നാൽ ഞങ്ങളുടെ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ബുക്ക് സ്റ്റോൾ ഒരുപാട് ദിവസങ്ങളായി അടച്ചിട്ടിരിക്കുകയാണ്. അവിടെ ബുക്ക് സ്റ്റോൾ ഇട്ടിരുന്നില്ലേ, അയാൾ വേറെ വലിയ സ്റ്റേഷനിലേക്ക് മാറി. തനിക്കും തന്റെ ഫാമിലിക്കും ഓക്കെ ആണെങ്കിൽ ആ ഷോപ്പ് നിങ്ങൾ വേണമെങ്കിൽ വാടകയ്ക്ക് എടുത്തോളൂ. അവിടെ തന്നെ നിങ്ങൾ ആ മല പോലെയുള്ള സാൻഡ്വിച്ച് കച്ചവടവും ചെയ്യൂ. അഴുക്കായ സാൻഡ്വിച്ച് കഴിച്ച് ജനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. സ്റ്റേഷൻ മാസ്റ്റർ പറയുന്നത് കേട്ടതും അവരുടെ എല്ലാവരുടെയും സന്തോഷത്തിന് അളവില്ലാതെയായി. ബിർജുവും ലതയും ഒരുപാട് സന്തോഷത്തോടെ ഇങ്ങനെ പറഞ്ഞു. താങ്കൾ ചെയ്യുന്ന ഈ സഹായത്തിന് താങ്കൾക്ക് ഒരുപാട് നന്ദി. ഞാൻ ഹോസ്പിറ്റലിൽ ഉള്ളതുവരെ അമ്മയും ലതയും കച്ചവടം ചെയ്യും. എനിക്കെപ്പോൾ ഭേദമാകുന്നോ അപ്പോൾ ഞാൻ തന്നെ കടയിലേക്ക് വന്ന് കച്ചവടം നല്ല രീതിയിൽ നോക്കാം. കട തുറക്കുന്നതിലൂടെ ഒരുപാട് കസ്റ്റമേഴ്സിനെ കിട്ടും. അപ്പോൾ ഞങ്ങളുടെ വരുമാനവും കൂടും. നല്ല കാര്യത്തിന് എന്തിനാ താമസിക്കുന്നത്? ഞങ്ങൾ വേഗം കട തുറക്കാം. സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞതുപോലെ ബിർജു റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള ഒരു കട വാടകയ്ക്ക് എടുത്തു. ലതയും അമ്മയും അവിടെ മല പോലുള്ള സാൻഡ്വിച്ചിന്റെ കച്ചവടവും തുടങ്ങി. ഇപ്പോൾ കിരോടിമല്ലിന്റെ മല പോലുള്ള സാൻഡ്വിച്ച് ആരും വാങ്ങില്ല. കച്ചവടവും നല്ല രീതിയിൽ പോകുന്നതുകൊണ്ട് അവർ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ വാടകയും കൊടുത്തു. പിന്നെ അമ്മ സ്റ്റേഷൻ മാസ്റ്ററോട് നന്ദിയും പറഞ്ഞു. ബിർജുവിന്റെ ആരോഗ്യനിലയും ഇപ്പോൾ ശരിയായി. അസുഖം ഭേദമായതും ബിർജു സ്റ്റേഷനിലുള്ള കടയിലിരുന്ന് സന്തോഷത്തോടെ മല പോലുള്ള സാൻഡ്വിച്ച് വിറ്റു. അങ്ങനെ അവർ എല്ലാവരും സന്തോഷത്തോടെ ജീവിച്ചു. തമിഴ്നാട്ടിലുള്ള ഒരു ഗ്രാമത്തിൽ സന്ധ്യയും അവളുടെ ഭർത്താവും അവർ ഇഡ്ഡലി കച്ചവടം ചെയ്തിരുന്നു. സന്ധ്യയുടെ ഭർത്താവ് മനോജ് ഇഡ്ഡലി വിൽക്കുന്നതിൽ അവളെ സഹായിച്ചിരുന്നു. കഴിവും അധ്വാനവുമുള്ള സന്ധ്യ ഒരു ദയാലുവും കൂടിയാണ്. ഒരുപാട് തവണ ജനങ്ങൾക്ക് അവൾ ഫ്രീ ആയി ഇഡ്ഡലി കൊടുക്കുമായിരുന്നു.
സന്ധ്യയുടെ അച്ഛൻ ആയുർവേദം അറിയാവുന്ന വലിയൊരു വൈദ്യനാണ്. അതുകൊണ്ട് തന്നെ സന്ധ്യയ്ക്ക് മരുന്ന് ചെടികൾ, പച്ചമരുന്നുകൾ, പിന്നെ ആയുർവേദത്തിലുള്ള മുഴുവൻ ജ്ഞാനവും ഉണ്ടായിരുന്നു. സന്ധ്യ ചേച്ചി, ഒരു പ്ലേറ്റ് ഇഡ്ഡലിയും സാമ്പാറും തരൂ. ചമ്മന്തി കുറച്ച് എരിവോടെ തരൂ. എരിവുള്ള ചമ്മന്തിയോ? എനിക്കിപ്പോൾ ജലദോഷമുണ്ട്, അതുകൊണ്ടാ. സന്ധ്യ ഉടനെ തന്റെ പറമ്പിലേക്ക് പോയി ഒരു പച്ചമരുന്ന് എടുത്തുകൊണ്ടുവന്ന് അത് നല്ല എരിവുള്ള ചമ്മന്തിയിലിട്ട് അത് ആ പെൺകുട്ടിക്ക് കൊടുത്തു. ആ സ്ത്രീയും ഇഡ്ഡലി എരിവുള്ള ചമ്മന്തിയിൽ തൊട്ട് കഴിച്ചതും അവരുടെ ജലദോഷം അപ്പോൾ തന്നെ ഭേദമായി. ആ കൊള്ളാവല്ലോ, നിങ്ങളുടെ ഇഡ്ഡലിയിൽ എന്തോ മായാജാലമുണ്ട്. ഇതിൽ നിങ്ങൾ എന്താ ഇട്ടത്? എന്റെ ജലദോഷം മുഴുവനും പോയി. ഇതിൽ ഞാനൊരു പച്ചമരുന്ന് മാത്രമേ ഇട്ടുള്ളൂ, വേറെ ഒന്നുമില്ല. നീ ഇങ്ങനെ എല്ലാവർക്കും സൗജന്യമായി ചികിത്സ ചെയ്താൽ ക്ലിനിക്ക് തുറന്നു വെച്ചിരിക്കുന്നവരൊക്കെ ക്ലിനിക്ക് അടച്ചുപൂട്ടി പോകേണ്ടി വരും. പാവം, ജലദോഷമായിട്ട് ബുദ്ധിമുട്ടുമായിരുന്നു. ഞാൻ പറ്റുന്നത് പോലെ സഹായിച്ചു. ഞാൻ എന്റെ അച്ഛന്റെ കയ്യിൽ നിന്നും പഠിച്ച പച്ചമരുന്നിന്റെയും ആയുർവേദ ജ്ഞാനവുമെല്ലാം വെറുതെ പാഴാക്കി കളയണ്ടല്ലോ. പറയൂ, ആരെങ്കിലുമൊക്കെ സഹായിക്കണ്ടേ? രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ മകൻ ഇങ്ങനെ പറഞ്ഞു. അമ്മേ, എനിക്ക് സ്കൂളിൽ ടിഫിന് ഇഡലി വെക്കണ്ട. ഞാൻ എപ്പോഴും ഇഡലി കൊണ്ടുപോകുന്നത് കൊണ്ട് എന്റെ ഫ്രണ്ട്സ് എല്ലാവരും എന്നെ കളിയാക്കുക. അപ്പോൾ നിന്റെ ബാക്കി ഫ്രണ്ട്സൊക്കെ ടിഫിനിൽ എന്താണ് മോനെ കൊണ്ടുവരുന്നത്? എന്റെ ഫ്രണ്ട് സാൻഡ്വിച്ച്, ബ്രെഡും ജാമും ഒക്കെ കൊണ്ടുവരും. എന്നാൽ ഒരു കാര്യം ചെയ്യേ, നാളെ മുതൽ നീ ഇഡ്ഡലി സാൻഡ്വിച്ച് കൊണ്ടുപോ. നീയും കഴിക്കേ, പിന്നെ നിന്റെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യേ. ഹായ്, ഞാൻ നാളെ മുതൽ ടിഫിനിൽ ഇഡലി സാൻഡ്വിച്ച് കൊണ്ടുപോകും. അവരുടെ മകൻ പോയതും മനോജ് സന്ധ്യയോട് ഇങ്ങനെ ചോദിച്ചു. അതുപോട്ടെ, ഈ ഇഡലി സാൻഡ്വിച്ച് എന്ന് വെച്ചാൽ എന്താണ്? അത് ഞാൻ വെറുതെ പറഞ്ഞതാണെന്നേ. നാളെ ഇഡ്ഡലി തന്നെ ഉണ്ടാക്കും. അതിൽ കുറച്ച് ഇലകൾ മാത്രം ഇടും. നീ എപ്പോഴും ഓരോ അതിശയങ്ങൾ കാണിക്കും. അടുത്ത ദിവസം രാവിലെ സന്ധ്യ ഇഡലി കട തുറന്നു. നല്ലതുപോലെ കച്ചവടവും പോയി. അപ്പോഴാണ് അവിടേക്ക് മനോജ് വന്നത്. ഇവിടെ നോക്ക്, പെട്ടെന്ന് നീ കടയടക്കി, നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോയേ പറ്റൂ. സിറ്റിയിൽ എന്തോ പുതിയൊരു രോഗം വന്നിട്ടുണ്ടത്രേ. ആ രോഗം ഇപ്പോൾ നമ്മുടെ ഗ്രാമത്തിലേക്കും വരുന്നു. സർക്കാർ എല്ലാ കടകളും അടയ്ക്കാൻ പറഞ്ഞ് എല്ലാവരും അവരവരുടെ വീട്ടിലിരിക്കാൻ പറഞ്ഞിരിക്കുന്നു. പെട്ടെന്ന് ഇതെങ്ങനെ സംഭവിച്ചു? ഇപ്പോഴാണ് ഞാൻ ടോണിയെ സ്കൂളിൽ വിട്ടിട്ട് വന്നത്. ആദ്യം അവനെ കൂട്ടിക്കൊണ്ടുവാ. എല്ലാവരും വെളിയിൽ വരാൻ പേടിക്കുന്നു. നീ അവനെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുക. അപ്പോൾ മനോജ് പറഞ്ഞത് കേട്ട് സന്ധ്യ വെപ്രാളത്തോടെ തന്റെ മകനെ സ്കൂളിൽ നിന്നും വിളിച്ചുകൊണ്ടുവരാൻ പോവുകയായിരുന്നു. അപ്പോഴാണ് സ്കൂൾ ബസ് തന്നെ അവരുടെ വീട്ടിൽ വന്നത്. വാ മോനെ, വീട്ടിലേക്ക് പോകാം. സന്ധ്യ മനോജിനോടൊപ്പവും ടോണിയോടൊപ്പവും വീട്ടിലേക്ക് പോയി. അതിനുശേഷം അവരുടെ കയ്യിലുണ്ടായിരുന്ന ബാക്കി പണം കൊണ്ട് അവൾ കടയിലേക്ക് പോയി ആവശ്യമുള്ള വീട്ടു സാധനങ്ങളും ഇഡലി മാവും ഇങ്ങനെ ആവശ്യമുള്ളതെല്ലാം വാങ്ങി വീട്ടിലേക്ക് തിരിച്ചു വന്നു. നമ്മുടെ കയ്യിൽ ഇനി കുറച്ച് ഭക്ഷണ സാധനങ്ങളേ ഉള്ളൂ. ഇനി എത്ര ദിവസം വീട്ടിലിരിക്കേണ്ടി വരുമെന്നേ അറിയില്ല. ഈ കാര്യത്തിൽ എന്തുകൊണ്ട് നിന്റെ അച്ഛനോട് സഹായം ചോദിച്ചുകൂടാ? അദ്ദേഹത്തിന് ആയുർവേദമൊക്കെ നന്നായി അറിയാമല്ലോ. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അസുഖങ്ങൾക്ക് നിന്റെ അച്ഛന്റെ കയ്യിൽ മരുന്നുണ്ടായിരിക്കുമല്ലോ. മനോജ് പറഞ്ഞത് കേട്ട് സന്ധ്യ ഉടനെ തന്റെ അച്ഛനെ വിളിച്ച് അവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു. അപ്പോൾ അവളുടെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു. ഈ അസുഖത്തിനുള്ള മരുന്ന് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മോളെ. നിനക്ക് ചെറുപ്പകാലം മുതലേ മരുന്നുകളെ കുറിച്ച് നന്നായി അറിയാമല്ലോ. മോളുടെ വീടിന്റെ പറമ്പിലുള്ള ആ പച്ചമരുന്നൊക്കെ മോളൊന്ന് ഉപയോഗിച്ച് നോക്ക്. ആ പച്ചമരുന്ന് ഭക്ഷണത്തിൽ കലർത്തി എല്ലാവർക്കും കൊടുക്ക്. അവരുടെ അച്ഛൻ പറഞ്ഞത് കേട്ട് സന്ധ്യ ഉടനെ വീട് മുഴുവനും അന്വേഷിച്ച് ആ ബുക്ക് കണ്ടെത്തി. അതിൽ ആ അസുഖത്തിനുള്ള ചികിത്സയും കിട്ടി. അവൾ ഉടനെ സന്തോഷത്തോടെ തന്റെ ഭർത്താവിനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു. നോക്കൂ, അച്ഛൻ ഏത് പച്ചമരുന്നിനെ കുറിച്ചാണോ പറഞ്ഞത്? നമ്മുടെ പറമ്പിൽ അത് ഒരുപാടുണ്ടെന്നേ. നമുക്ക് ആ പച്ചമരുന്ന് ഇഡലി സാൻഡ്വിച്ചിലിട്ട് നമ്മുടെ ഗ്രാമജനങ്ങൾക്ക് കൊടുത്ത് ഇത് ഭേദമാക്കിയെടുക്കാം. എന്നാൽ ലേറ്റ് ആക്കണ്ട. നമുക്കിപ്പോൾ തന്നെ ആ പച്ചമരുന്ന് ഉപയോഗിച്ച് എല്ലാവർക്കും കഴിക്കാൻ കൊടുക്കാം. അപ്പോൾ നമ്മൾ അവരെ സഹായിച്ചതുപോലെയും ആവും. എന്നാൽ നമ്മുടെ കയ്യിൽ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. കുറച്ചുള്ളതും കൂടെ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എങ്ങനെ വല്ലതും കഴിക്കും? ഈ ക്രൂരമായ രോഗം എത്ര നാൾ ഇനി ഉണ്ടാവുമെന്നേ അറിയില്ല. നീ അതിനെക്കുറിച്ചൊന്നും ഓർക്കണ്ട. നിന്റെ അച്ഛൻ പറഞ്ഞതുപോലെ ആ പച്ചമരുന്നുകൾ നീ ആ ഇഡലി സാൻഡ്വിച്ചിൽ വെച്ച് എല്ലാവർക്കും കൊടുക്ക്. മനോജ് ഇങ്ങനെ പറഞ്ഞതും സന്ധ്യ ഉടനെ തന്റെ പറമ്പിലേക്ക് പോയി അവളുടെ അച്ഛൻ പറഞ്ഞ ആ പച്ചമരുന്ന്, അതായത് സിദ്ധന്മാരുടെ കുടുംബത്തിൽ മാത്രമേ ആ പച്ചമരുന്ന് കിട്ടൂ, അങ്ങനെയുള്ള ഒരു പച്ചമരുന്ന് പറിച്ച് അത് ഉപയോഗിച്ച് ഇഡലിയൊക്കെ ഉണ്ടാക്കി തൊട്ടടുത്തുള്ള എല്ലാ വീട്ടുകാർക്കും അത് കൊടുത്തു. ഇതൊരു 5-6 കുടുംബങ്ങൾക്ക് കൊടുക്കാം. ഇത് മാത്രം വെച്ച് എന്ത് ചെയ്യാനാണ്?
നമ്മൾ അവർക്ക് കൊടുത്തത് മാന്ത്രിക ഇഡ്ഡലി സാൻഡ്വിച്ച് ആണെന്നറിഞ്ഞതും അവരിലൂടെ എല്ലാവരും അറിഞ്ഞ് അവർ തന്നെ നമുക്ക് സാധനങ്ങൾ വാങ്ങിത്തരും. അതുപയോഗിച്ച് നമുക്ക് കൂടുതൽ ഇഡ്ഡലി സാൻഡ്വിച്ച് ഉണ്ടാക്കാം. തൊട്ടടുത്തുള്ള കുറച്ചു വീടുകളിൽ സന്ധ്യയും മനോജും ഇഡ്ഡലി സാൻഡ്വിച്ച് കൊടുത്തു. ആ ഇഡ്ഡലി സാൻഡ്വിച്ച് കഴിച്ചതും അവർക്കെല്ലാവർക്കും ഭേദമായി. അവരുടെ പനിയും ജലദോഷവും എല്ലാം ഒറ്റ നിമിഷത്തിൽ മാഞ്ഞു. നിങ്ങൾ ചെയ്ത ഈ സഹായം കൊണ്ട് എന്റെ മകൻ ആ ക്രൂരമായ രോഗത്തിൽ നിന്നും രക്ഷപ്പെട്ടു. ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. നമുക്ക് ഈ ഗ്രാമത്തിലുള്ള എല്ലാവരെയും ഭേദമാക്കണം. അതിന് നിങ്ങളിൽ നിന്നും കുറച്ച് വീട്ടുസാധനങ്ങൾ വേണം. അയ്യോ, ഇതൊക്കെ ചോദിക്കേണ്ടതുണ്ടോ? ഞങ്ങൾ ഇട്ടിരിക്കുന്നത് പലചരക്ക് സാധനങ്ങളുടെ കടയാ. എന്നാൽ ഒരു കണ്ടീഷൻ, നിങ്ങൾ എല്ലാവർക്കും മാന്ത്രിക ഇഡ്ഡലി സാൻഡ്വിച്ച് തന്നെ കൊടുക്കണം. അയ്യോ, ഇത് പറയേണ്ട ആവശ്യമുണ്ടോ? ശരി, നമുക്ക് തുടങ്ങാം. സന്ധ്യയും മനോജും ആ സ്ത്രീയുടെ കടയിലേക്ക് പോയി മാന്ത്രിക ഇഡ്ഡലി സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടി എല്ലാ പലചരക്ക് സാധനങ്ങളും വാങ്ങിക്കൊണ്ടുപോയി. പിന്നെ അതുപയോഗിച്ച് ഒരുപാട് ഇഡ്ഡലി സാൻഡ്വിച്ചുകൾ ഉണ്ടാക്കി അവരുടെ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും അത് കൊടുത്തു. ഇവിടെ നോക്ക്, നമ്മൾ ഇങ്ങനെ എല്ലാവരുടെയും അസുഖം ഭേദമാക്കി കഴിഞ്ഞാൽ ഗ്രാമം മാത്രമല്ല സിറ്റിയിലും നമ്മുടെ ഈ ഇഡ്ഡലി സാൻഡ്വിച്ച് വളരെയധികം ഫേമസ് ആകും. അതിനുശേഷം എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് നമ്മുടെ ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യാം. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. നമുക്ക് ആ മാന്ത്രിക മരുന്ന് ഇഡ്ഡലി മാവിലിട്ട് അതുകൊണ്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കണം. അപ്പോൾ എല്ലാ ജോലിയും തീരും. വരൂ, കുറച്ചുപോലും താമസിക്കാതെ നമുക്ക് ജോലികൾ തുടങ്ങാം. ഗ്രാമത്തിലുള്ള എല്ലാവരുടെയും വീട്ടിൽ പോയി സന്ധ്യയും മനോജും അവർക്ക് മാന്ത്രിക ഇഡ്ഡലി സാൻഡ്വിച്ച് കൊടുത്ത് അവരോട് ഇങ്ങനെ പറഞ്ഞു. ഇതാ വയ്ക്കൂ, ഈ ഇഡ്ഡലി സാൻഡ്വിച്ച് കഴിക്കൂ. ഇതിലൂടെ നിങ്ങളുടെ കുടുംബത്തിന് ആരോഗ്യം തിരിച്ചു കിട്ടും. പിന്നെ ഒരു അസുഖവും പടരില്ല. ഞാൻ ഈ ഇഡ്ഡലി സാൻഡ്വിച്ചിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഞാനത് ഉറപ്പായും കഴിക്കാം. സന്ധ്യ അയാൾക്ക് ഇഡ്ഡലി സാൻഡ്വിച്ച് കൊടുത്ത ഉടനെ അദ്ദേഹം തന്റെ കുടുംബത്തിനത് കഴിക്കാനും കൊടുത്തു. അങ്ങനെ നോക്കി നിൽക്കെ തന്നെ ചില നിമിഷങ്ങൾക്കുള്ളിൽ അവരുടെ അസുഖവും പൂർണ്ണമായും ഭേദമായി. ദൈവം നിങ്ങളെ രക്ഷിക്കും. നിങ്ങൾ എത്രയോ ആൾക്കാരെ സഹായിക്കുന്നു. ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും കാണും. അതുമാത്രമല്ല, ഞങ്ങളുടെ അനുഗ്രഹവും എപ്പോഴും കാണും. സന്ധ്യയും മനോജും അവിടെ നിന്ന് സന്തോഷത്തോടെ പുറപ്പെട്ടു പോയി. ആ ഗ്രാമത്തിലുള്ള എല്ലാവരും ആ ഇഡ്ഡലി സാൻഡ്വിച്ചിനെ കുറിച്ച് പുകഴ്ത്തി സംസാരിച്ചുകൊണ്ടേയിരുന്നു. നീ നിന്റെ അച്ഛനെ വിളിച്ച് പെട്ടെന്ന് നന്ദി പറയേ. ഈ അസുഖത്തിൽ നിന്നും എല്ലാവരെയും അദ്ദേഹം രക്ഷിച്ചു. അപ്പോൾ സന്ധ്യയും ഉടനെ അവളുടെ അച്ഛനെ വിളിച്ച് ഒരുപാട് നന്ദിയും പറഞ്ഞു. ശേഷം സന്ധ്യയും മനോജും ഒരുപാട് സന്തോഷത്തോടെ അവരുടെ ഇഡ്ഡലി സാൻഡ്വിച്ച് വിറ്റ് ഒരു സമാധാനമുള്ള ജീവിതം ജീവിച്ചു.